ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കുമ്പോൾ തന്നെ 7 മണി ആയിട്ടോ. ജനലൊക്കെ ഒന്ന് തുറന്നിട്ടപ്പം പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല വെയിലടിക്കുന്നുണ്ട്. ഇങ്ങനെ പുറത്തെ കാഴ്ചകൾ കണ്ട് നോക്കി നിന്ന് അപ്പോൾ പിന്നെ വിചാരിച്ചു അമ്മൂസിനെ പോയിട്ട് വിളിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ അമ്മൂസ് എഴുന്നേറ്റ് വരുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അമ്മൂസിന് എഴുന്നേൽക്കാനൊക്കെ കുറച്ച് മടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അമ്മൂസിൻ്റെ തലയിൽ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചേ. ഇന്നലെ ഞാൻ ഷാമ്പു ഇട്ട് നന്നായിട്ട് കഴുകിയതായിരുന്നു. അപ്പോൾ നല്ല മുടി പാറിയിരിക്കുന്നുണ്ട്. എല്ലാ പേരൻസിനും കുറച്ച് സമയം കുട്ടികൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാനും. അങ്ങനെ ഞാനെൻ്റെ ജോലികളെല്ലാം ചെയ്തു തുടങ്ങി കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞ് അമ്മൂസിന് ട്യൂഷന് പോകാനുണ്ട്. ഇന്ന് ഞാൻ തന്നെ കൊണ്ടുവിടണം. അപ്പോൾ വേഗം എൻ്റെ പണികൾ തീർത്തിട്ട് വേണം അമ്മൂസിനെ കൊണ്ടുവിടാൻ. ഇന്ന് ഞാനും അമ്മൂസും മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലത്തെ ഫുഡ് മുട്ടയും ബ്രെഡും കൂടി ആക്കാമെന്ന് വിചാരിച്ചേ. അതാകുമ്പോൾ സിമ്പിളാണല്ലോ. ഈ ബ്രെഡാണെങ്കിൽ മുറിച്ചെടുക്കുന്ന ബ്രെഡായതുകൊണ്ട് കറക്റ്റ് കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ബ്രെഡെല്ലാം പൊരിച്ചെടുക്കുമ്പോഴേക്കും അമ്മൂസ് ഇതാ കുളി കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ അമ്മൂസിൻ്റെ കുളി കഴിഞ്ഞിട്ട് വേണം എനിക്ക് വേഗം കുളിക്കാൻ. അങ്ങനെ ഞാനും വേഗം കുളിച്ച് വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വേഗം അമ്മൂസിനെ കൊണ്ടുവിടണം. അമ്മൂസിന് 10:30 ആകുമ്പോൾ ട്യൂഷൻ. അപ്പോൾ അമ്മൂസ് ഇതാ മാറ്റി നിൽക്കുന്നുണ്ടേ. അപ്പോൾ ഞങ്ങൾ വേഗം ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അമ്മൂസിൻ്റെ അച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഉണ്ടായിരുന്നെങ്കിൽ അമ്മൂസിൻ്റെ അച്ഛനായിരുന്നു കൊണ്ടുവിടുക. ഇന്നിപ്പം ഞാനാ കൊണ്ടുവിടണം. അപ്പം ഞങ്ങൾ വേഗം വാതിലൊക്കെ അടച്ച് ഇറങ്ങുകയാണ്. വണ്ടിയാണെങ്കിൽ ഏട്ടൻ്റെ കയ്യിലായതുകൊണ്ട് ഞങ്ങളിപ്പോൾ നടന്നിട്ട് വേണം പോകണമെങ്കിൽ. അപ്പോൾ കുറച്ച് ദൂരം നടക്കാനും ഉണ്ട്. അപ്പോൾ വേഗം നടന്നിട്ട് ഞങ്ങളിതാ റോട്ടിലെത്തിയിട്ടോ. അപ്പോൾ വേഗം പോവുകയാണ്. അമ്മൂസിനാണെങ്കിൽ നടന്നു പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും അച്ഛൻ്റെ കൂടെ വണ്ടിയിലാണല്ലോ പോകുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. തിരിച്ചു വരുന്ന വഴി അവൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുത്ത്. പിന്നെ വീട്ടിലെത്തി TV കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും 1 മണിയായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ അധികം സാധനങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഫുഡ് മുട്ട പൊരിച്ചതും പരിപ്പ് കറിയും സോയാബീൻ പൊരിച്ചതും ആക്കി കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിക്കുകയാണ്. വീട്ടിലെത്തുമ്പം തന്നെ 1 മണി കഴിഞ്ഞു കേട്ടോ. 1:30 ആയിട്ടുണ്ട് വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ പിന്നെ എനിക്ക് അധികം ഒന്നും ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടായില്ല. അപ്പോൾ ഉള്ളതുകൊണ്ട് ഞാനും അമ്മൂസും അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ച് ഞങ്ങൾ കുറച്ച് സമയം കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. ദിവസം ലീവ് ഉള്ളതല്ലേ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് കിടന്നുറങ്ങും. അങ്ങനെ ടാറ്റ ബൈ ബൈ, സീ യു.